സാറേ, ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സാർ ഈ വോട്ടിംഗ് യന്ത്രത്തെ സംബന്ധിച്ചും ഒക്കെ തന്നെ ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. നിലവിലിപ്പം എങ്ങനെയാണ് അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനം എങ്ങനെയാണ്? അല്ല, അത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിയോജക മണ്ഡലത്തിൽ പുതുതായി 10,000-ലധികം വോട്ടർമാരെ ചേർത്തതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പരാതി കൊടുത്തിരുന്നതാണ്. ഒരു നടപടി ഉണ്ടായില്ല. വോട്ടർമാരെ വെട്ടിമാറ്റി 10,000 പേരെ വീതം പുതുതായി ചേർക്കുന്നു. അതുപോലെ ലാസ്റ്റ് വോട്ടർ ഏറ്റവും അവസാനം വോട്ടിംഗ് അവസാനിക്കാൻ 1 മണിക്കൂറുള്ളപ്പം കാണിച്ചിട്ടുള്ള രേഖകളിൽ നിന്ന് വ്യത്യസ്തമായി പിന്നീട് 75 ലക്ഷം വോട്ടർമാരെ പുതുതായി ചേർക്കുന്നു. തുടങ്ങിയിട്ടുള്ള നിരവധിയായ ക്രമക്കേടുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് എന്ത് വേണം എന്നുള്ളത് നിയമവിദഗ്ധന്മാരുമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യാപകമായ തോതിലുള്ള പരാതിയാണ് ഉയർന്നു വരുന്നത്. EVM-നെ സംബന്ധിച്ചുള്ള പരാതിയുണ്ട്, വോട്ടർ പട്ടികയിൽ അനധികൃതമായ ആളുകളെ ചേർക്കുന്നതിനുള്ള പരാതിയുണ്ട്. ഇതെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തെപ്പറ്റി നിയമവിദഗ്ധന്മാരുമായിട്ട് ആലോചിക്കുന്നുണ്ട്. അല്ല, നമ്മൾ പരാതി കൊടുത്തു. ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്തിട്ട് ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിച്ചിട്ടില്ല. നേരത്തെ തന്നെ പരാതി കൊടുത്തിരുന്നതാണ്. 10,000 വോട്ടർമാരെ വെച്ച് ഇവരെ വോട്ടർമാരെ വെട്ടിമാറ്റി ചേർക്കുന്നു എന്നുള്ളത്. യാതൊരു നടപടി ഉണ്ടായില്ല. ഏറ്റവും അവസാനം 75 ലക്ഷം വോട്ടർമാരെ ചേർത്ത് ഇപ്പോഴാണല്ലോ, ഏറ്റവും അവസാനം കണക്ക് വരുന്നത് ഇപ്പോഴാണല്ലോ. അങ്ങനെയെങ്കിലും വലിയ തോതിൽ കോൺഗ്രസ് പ്രതീക്ഷിക്കാത്ത പരാജയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തായിട്ടുള്ള പ്രതികരണവും കണ്ടു. അല്ല, അതല്ല ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം. നിഷ്പക്ഷവും നീതിപൂർവമായ നിലയിൽ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമനം ഉൾപ്പെടെ അതാണ് തെളിയിക്കുന്നത്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്ന അത് മാറ്റി ഒരു ക്യാബിനറ്റ് മന്ത്രിയെ വെച്ച് അപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് ഇഷ്ടപ്പെട്ട ഇലക്ഷൻ കമ്മീഷണർമാരെ വെച്ച് തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ഇന്ന് ഇന്ത്യയിൽ വളരെ സജീവമാണ്. അട്ടിമറിയാണോ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയത്? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ 4 മാസത്തിനിടെ ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടാവില്ലല്ലോ. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 31 സീറ്റ് കിട്ടിയ ഒരു മുന്നണിക്ക് 40 സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥ വരിക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. തോക്കോ ജയിക്കുകയോ ഒക്കെ ചെയ്യാം, നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് വളരെ ബോധപൂർവമായ ഒരു നീക്കമാണ് നടന്നത്. അതിനെപ്പറ്റി പാർട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നുള്ളത് നിയമ വിദഗ്ധന്മാരുമായി ആലോചിക്കും. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം പറഞ്ഞാലും അതാണ്. ഇല്ല, രാജി വെച്ചിട്ടില്ല, രാജി തന്നിട്ടുമില്ല. അല്ല, വർക്കിംഗ് കമ്മിറ്റി എന്താ വിഷയം എന്നുള്ളത് എനിക്കറിയില്ല. വർക്കിംഗ് കമ്മിറ്റി മീറ്റിങ്ങിനകത്ത് രാജ്യത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. ചിലപ്പോൾ ഇതും പരാമർശ വിഷയമാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഒരു വ്യവസായ ഗ്രൂപ്പ് അഡാനി തന്നെ മഹാരാഷ്ട്രയിലെ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി കരുക്കൾ നീക്കുന്നു, അങ്ങനെ ഒരു ആരോപണം. അല്ല, അത്തരം വലിയ ശക്തികളൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ അനുസരിച്ച് അവരവരുടേതായ ശക്തി പരീക്ഷിക്കും, അല്ലെങ്കിൽ ശക്തി ഉപയോഗിക്കുമെന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇത്തരം ഒരു പരാജയം ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇത് അപ്രതീക്ഷിതമാണ്. ജനങ്ങളുടെ വികാരം ഇതിൽ പ്രതിഫലിക്കുന്നില്ല. പ്രധാനമന്ത്രി യോഗങ്ങളിൽ പോലും ആളില്ലായിരുന്നു. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും യോഗങ്ങളിൽ വൻപിച്ച ജനക്കൂട്ടമായിരുന്നു. അപ്പോൾ ആ ജനവികാരം യഥാർത്ഥത്തിൽ പ്രതിഫലിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞങ്ങളതിനെ സംബന്ധിച്ച് വളരെ വിശദമായി ഡേറ്റ പോലും തരുന്നില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബൂത്ത് വൈസുള്ള ഡേറ്റ പോലും ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ തരാൻ തയ്യാറാവുന്നില്ല. ഇത്തരം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞങ്ങൾ നിയമവിദഗ്ധന്മാരുമായി ആലോചിച്ച് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ അവിടേക്ക് കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളും മെഷീനറി പ്രവർത്തിച്ചു. അത് മഹാരാഷ്ട്രയിൽ ഇല്ല, അത് ഇതുമായിട്ട് യാതൊരു ബന്ധവും. അത് കേരളത്തിലെ നേതാക്കന്മാർ മാത്രമാണ് പ്രവർത്തിച്ചത്. വെളിയിൽ നിന്ന് ആരും അവിടെ ചെല്ലണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ വയനാട് തെരഞ്ഞെടുപ്പ് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഞാൻ പിതാവിനോട് സംസാരിച്ചു. അവരുടെ വിവരങ്ങൾ കേട്ടു. അത് കഴിഞ്ഞ് ഞാൻ ആരോഗ്യമന്ത്രിയുമായിട്ട് ഇന്നലെ ഫോണിൽ സംസാരിച്ചു. ആരോഗ്യമന്ത്രി പറഞ്ഞത് ജില്ലാതല ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നുണ്ട്. ഇന്ന് സംസ്ഥാന തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരോട് പോയി അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ആ കുട്ടിക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അത് ചെയ്യാമെന്ന് ആരോഗ്യമന്ത്രി സമ്മതിച്ചു. അതാരുടെ ഭാഗത്താണ് വീഴ്ച എന്നുള്ളത് കണ്ടുപിടിക്കണം. സ്കാൻ ചെയ്തവരുടെ ഭാഗത്താണോ അതോ ഡോക്ടർമാരുടെ ഭാഗത്താണോ എന്നുള്ളത് കണ്ടുപിടിച്ച്
അയക്കേണ്ടിയിരിക്കുന്നു. അത് ഈ അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ. ഏതായാലും ഈ കുട്ടിയുടെ ഭാഗത്ത് ഈ കുട്ടിയെ സംബന്ധിച്ച ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയേറെ വിഷമത്തിലാണ്. അവരുടെ മുഴുവൻ ചികിത്സയും ചെലവും ഗവൺമെൻറ് വഹിക്കണം.